പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അനാദി മുതലേ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനങ്ങളെ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വാ പിളർന്നിരിക്കുന്ന പാതാളം എന്നതിനെക്കുറിച്ചാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 5 വേഴ്സ് 14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി അത് വാ പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണക്കാരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ നിബദിക്കുന്നു. പാതാളത്തിൽ നിബദിക്കുന്ന വലിയ ഒരു ജനാവലിയെക്കുറിച്ച് ദൈവവചനത്തിലെ പ്രവചനമാണ്, ദൈവവചനത്തിലെ വെളിപ്പെടുത്തലാണ്. ആരാണ്? ജെറുസലേമിലെ അവളിൽ അഭിമാനം കൊണ്ടിരുന്ന അവളുടെ പ്രഭുക്കന്മാർ, അവളിലെ കുലീനർ, അവരുടെ സാധാരണക്കാർ, അങ്ങനെ എല്ലാ ജീവിതാന്തസ്സിലും പെട്ട, എല്ലാ ജീവിത തുറകളിലും പെട്ട അസംഖ്യം ആളുകൾ ഇതാ സീമാതീതമായി വാ പിളർന്നു നിൽക്കുന്ന പാതാളത്തിൽ നിബദിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ദൈവവചനം. ഞാൻ ഈ ഒരു ദൈവവചനം കേട്ടപ്പോൾ ആദ്യകാലം തൊട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, പ്രഭുക്കന്മാർ, കുലീനർ, അറിവുള്ളവർ, പാണ്ഡിത്യമുള്ളവർ, കഴിവുള്ളവർ, വിശുദ്ധിയുള്ളവർ, പ്രാർത്ഥനയുള്ളവർ, ശുശ്രൂഷയുള്ളവർ, ഇവരൊക്കെ നിബദിക്കുമോ? എനിക്ക് വലിയൊരു വിഷമമായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി വീണ്ടും പഠിച്ച് ഈ അടുത്ത കാലത്ത് കർത്താവ് അതിനെക്കുറിച്ച് വളരെ നല്ലൊരു ഉത്ബോധനം എനിക്ക് നൽകുകയുണ്ടായി. അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, എത്ര വലിയ പ്രഭുവാണെങ്കിലും, എത്ര വലിയ കുലീനനാണെങ്കിലും ശരി, ആ വ്യക്തിയെ സാത്താൻ കബളിപ്പിക്കാൻ ആരംഭിക്കും. ആ വ്യക്തിയെ നേർക്ക് നേർ യുദ്ധം ചെയ്ത് ആ വ്യക്തിയെ തോൽപ്പിക്കാൻ സാത്താന് കഴിയാത്ത പക്ഷം അവൻ കൗശലങ്ങൾ, അവൻ തന്ത്രങ്ങൾ പ്രയോഗിക്കും. 2 കൊറിന്തോസ് അതിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇതേക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെ പറ്റി നാം അജ്ഞരല്ലല്ലോ. എന്തതിൻ്റെ അർത്ഥം? സാത്താൻ കബളിപ്പിക്കുന്നവനാണ്.
സാത്താൻ നമ്മളെ വിദഗ്ധമായി കബളിപ്പിക്കും. അവൻ തന്ത്രങ്ങളുള്ളവനാണ്, അവൻ കൗശലമുള്ളവനാണ്. അവൻ തന്ത്രങ്ങൾ പ്രയോഗിച്ച് നമ്മളെ വിദഗ്ധമായി കബളിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളെ സാത്താൻ കബളിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. നമ്മളെ നിത്യജീവൻ കവർന്നെടുത്ത്, നമ്മുടെ വിശുദ്ധി കവർന്നെടുത്ത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തി നമ്മളെ നരകത്തിന്, നിത്യപാതാളത്തിന് വേണ്ടി നമ്മളെ കെട്ടിവലിക്കാൻ സാത്താൻ കബളിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സമീപിക്കും. അതുകൊണ്ട് ദൈവവചനം ഇന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, നാം അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി ജാഗരൂകരായിരിക്കണം. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഒരുപാട് പേരെ എന്നാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വ്യാപരിക്കുന്നവരാണ്. ഡെഫിനറ്റായിട്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകണം. എവിടെയെങ്കിലും കർത്താവിനെതിരെയോ കർത്താവിലുള്ള വിശ്വാസത്തിനെതിരെയോ ദുഷിച്ച് പറയുന്നവരെ കണ്ടാൽ അപ്പം തന്നെ മറുപടി പറയാൻ നാം തയ്യാറായിരിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ആയിരക്കണക്കിന് പേര് മറുപടി പറയാൻ പ്രാപ്തിയുള്ളവരും മറുപടി പറയാൻ തയ്യാറായി സോഷ്യൽ മീഡിയയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുമാണ്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കാണുന്നൊരു കാര്യം എങ്ങനെയാണ്, ഒരു നുണപ്രചരണം, ഒരു തെറ്റായ ഒരു ബോധ്യം കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വളരെ കച്ചകെട്ടി വളരെ ഗൂഢതന്ത്രത്തോടെ നീങ്ങുന്ന വലിയ ഗ്രൂപ്പുകളുണ്ട്. സഭയുടെ നാശം ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം അധ്വാനിക്കുന്ന അനേക തരത്തിലുള്ള കൗശല ബുദ്ധികളുടെ നിരവധി ഗ്രൂപ്പുകൾ, സംഘങ്ങൾ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ. അതിലൊരു ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഈ ധ്യാന കേന്ദ്രത്തിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, കുറ്റബോധം ഉണ്ടാക്കുന്നു, ജനങ്ങളെ അടിമകളാക്കുന്നു. കേൾക്കുമ്പോൾ ഏത് മനുഷ്യന് പെട്ടെന്ന് സ്വീകാര്യമായി തോന്നും. പെട്ടെന്ന് നമ്മുടെ ഹൃദയം ശരിയാണല്ലോ, ജനങ്ങളെ അടിമകളാക്കുന്നു. പാപബോധം, കുറ്റബോധം, ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ, കലക്കവെള്ളത്തിൽ മീൻ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ശിശുസഹജമായ നിർമ്മലമായ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അകറ്റിക്കൊണ്ടു പോകും. അപ്പോൾ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് ഇവർക്ക് വലിയ ബുദ്ധിമുട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ഞാനും നിങ്ങളും അതിനെക്കുറിച്ച് പഠിക്കാൻ. സാത്താൻ ജെറുസലേമിലെ കുലീനരെയും പ്രഭുക്കന്മാരെയും വിലയുള്ളവരെയും ഉന്നതരെയും സാധാരണക്കാരെയും പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ബന്ധിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ പ്രയോഗിക്കുന്ന ഒരു കൗശലമാണ് പാപം ഇല്ല, ഇതൊന്നും കുഴപ്പമില്ല, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണ്ട. ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ വലിയൊരു ദുരന്തമാണ്. അനേക ഞരമ്പ് രോഗികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പറഞ്ഞ് ശവന്തീനികളെ പോലെ ഇരുന്ന് ഇങ്ങനെ ആത്മാക്കളുടെ നാശത്തിന് വേണ്ടി, ശവം എവിടെയുണ്ട് അവിടെ കഴുകന്മാർ വന്നുകൂടുന്ന് പറഞ്ഞ മാതിരി, ശവത്തിന് ചുറ്റും കൂടുന്ന മാതിരി അനേകം ആത്മാക്കളെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് ഇരിക്കുന്ന രംഗം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. കമൻറ്റുകൾ വായിച്ചാൽ മതി ഓരോന്നിൻ്റെയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദാത്തെ എത്ത് എക്സുൽത്താത്തെ എന്ന ആ ഒരു എക്സോട്ടേഷനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ 165 പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്പിരിച്വൽ കറപ്ഷൻ ഈസ് വേഴ്സ് ദാൻ ദ ഫോൾ ഓഫ് എ സിന്നർ. ഒരു പാപി ആയിരിക്കുക എന്നതിനേക്കാളും വലിയ ദുരന്തമാണ് സ്പിരിച്വൽ കറപ്ഷനിൽ ആയിരിക്കുക എന്നുള്ളത്. എന്താണ് സ്പിരിച്വൽ കറപ്ഷൻ? ഫോർ ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ ആൻഡ് സെൽഫ് സാറ്റിസ്ഫൈഡ് ഫോം ഓഫ് ബ്ലൈൻഡ്നെസ്. ഇത് നമുക്ക് വളരെ കംഫർട്ടബിളായ ഒരു അന്ധതയാണ്. എന്താണ് അന്ധതയുടെ പ്രത്യേകത? എവറിത്തിങ് ദെൻ അപ്പിയേഴ്സ് അക്സെപ്റ്റബിൾ. ഈ ഒരു അന്ധതയിൽ നിബന്ധിച്ചാൽ, ഈ ഒരു അന്ധതയിൽ ബന്ധിക്കപ്പെട്ടാൽ അന്ന് തൊട്ട് പാപമില്ലാത്ത ഒരു ചിന്തയാവും, പാപമില്ലാത്ത ഒരു മനസ്ഥിതി. then everything appears acceptable. Permissive life, പാപമില്ല, എല്ലാം അനുവദനീയം, എനിക്ക് എന്തും ചെയ്യാം. ഒരു
വ്യക്തി പാപത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് പാപം ചെയ്തിട്ട് പാപത്തെ ന്യായീകരിക്കുക, പാപം ഇല്ലെന്ന് പറയുക. പാപം ഇല്ലെന്ന് തോന്നുന്ന വിധമുള്ള ഒരു മനസ്സുണ്ടാവും. ആ ഒരു മനസ്സിനെ രൂപപ്പെടുത്താൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ അനേക നാളുകളായി ദൈവവചനമോ കുമ്പസാരമോ പ്രാർത്ഥനയോ ദൈവചിന്തയില്ലാത്ത അനേകം വ്യക്തികൾ രാപകലും തച്ചിന് പണിയെടുക്കുകയാണ്. എന്നിട്ട് ദൈവവചന പ്രകാരം ദൈവിക കാര്യങ്ങളെ പ്രഘോഷിക്കുന്നവരെ ദുഷിക്കുക, പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് അവർക്ക് ഒട്ടും പറ്റാത്തത്. എന്താ അത് ഇത്ര തീരെ മോശമാണെന്നാണ് വിചാരിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, മിക്ക പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി, ഉന്നതങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ശക്തമായി വന്ന് ആവസിച്ചു. ദൈവത്തിൻ്റെ ശക്തി പ്രവാചകന്റെ മേൽ ശക്തമായി ആവസിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണ്? മിക്ക പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ഉന്നതമായ ശക്തി പ്രവാചകന്റെ മേൽ ശക്തമായി വന്ന് നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രവാചകനിൽ ദൈവശക്തി അദ്ദേഹത്തെ ഉണർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തെ ഉണർത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തെ ഉണർത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക എന്തെങ്കിലും സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തെ ഉണർത്തിയത് എന്തെങ്കിലും തരത്തിലുള്ള പ്രബോധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പുതിയ പുതിയ ആശയങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകൻ വന്ന് നിറഞ്ഞ് ഈ പ്രവാചകൻ വഴി ജനത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ പറയുന്നതാണ് 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം. മിക്ക ചാപ്റ്റർ 3:8. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും ശക്തിയാലും നീതിയാലും നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം അന്ന് നിറഞ്ഞപ്പോൾ പ്രവാചകൻ ആദ്യം അനുഭവ ഉൾത്തള്ളൽ അതിക്രമങ്ങളെ വെളിപ്പെടുത്തുക, ദുഷ്ടത വെളിപ്പെടുത്തുക, പാപങ്ങൾ വെളിപ്പെടുത്തുക, പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അതിൻ്റെ കാരണം? എവിടെയാണോ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വചനം പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ നേർവഴി പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ അപഭ്രംശങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുന്നത്, അവിടെ ദൈവം അനുതാപത്തിൻ്റെ ആത്മാവിനെ കൊടുക്കും. അവിടെ ദൈവം സ്വർഗത്തിൽ എന്നതുപോലെ തന്നെ ദൈവം ഇറങ്ങി വന്ന് കൂടെ ഇരിക്കുന്ന സ്ഥലമാണത്. യെശയ്യായുടെ പുസ്തകം 57-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ 57:14-15. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന് ആഹ്വാനം ഉയരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനത്തിൻ്റെ നിത്യജീവനിലേക്കുള്ള പാതയിൽ ഒരുപാട് പേര് വലിയ മുട്ടിത്തടികളും വലിയ മരങ്ങളും വെട്ടിയിട്ടിരിക്കുകയാണ്. ചിന്തിക്കാനോ അനുദപിക്കാനോ പറ്റാത്ത വിധം അവരുടെ നിഷ്കളങ്കമായ മനസ്സിനെ കബളിപ്പിച്ച് അന്ധമാക്കി ഇന്ന് ദൈവമായ കർത്താവിൻ്റെ നിത്യജീവനിലേക്ക് നടക്കാൻ പറ്റാത്ത വിധം വഴികളിൽ പ്രതിബന്ധങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഇതാ യെശയ്യ 57:14-15 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങളെ നീക്കുവിൻ എന്ന് ആഹ്വാനം ഉയരും. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ സ്വർഗത്തിൽ എന്നതുപോലെ മഹത്വപൂർണനായി വസിക്കുന്ന കർത്താവ്, പരിശുദ്ധിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന കർത്താവ് അനുതാപികൾ അടുത്ത് വന്ന് താമസിക്കുക. ഞാൻ അനുതപിച്ചാൽ എൻ്റെ അടുത്ത് വന്ന് കർത്താവിൻ്റെ സാന്നിധ്യം സ്വർഗമാക്കി മാറ്റുകയാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒരു അനുതാപം ആവശ്യമില്ല. പെർഫെക്റ്റ് 100% പെർഫെക്റ്റായ സോൾസ് ഇന്ന് സ്വർഗത്തിലുള്ള സോൾസ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള പെർഫെക്റ്റായ സോൾസ് ഒരു വലിയ മജോറിറ്റി ഉണ്ടെന്നിരിക്കട്ടെ. ആ ഭൂമിയുടെ ഒരു കോണിൽ ഒരാത്മാവ്, ദൈവമേ എനിക്ക് തെറ്റുകുറ്റങ്ങളുണ്ട്, തൻ്റെ പാപത്തെക്കുറിച്ച്
ഒരു സെക്കൻഡ് അനുതാപത്തോടെ ദൈവമേ എന്ന് വിളിച്ചാൽ, ആ ചുങ്കക്കാരൻ ദേവാലയത്തിന് പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ അപ്പാ എന്ന് വിളിച്ചില്ലേ, ദൈവമേ എന്ന് വിളിച്ചില്ലേ? ഒരു സെക്കൻഡ് അനുതാപത്തോടെ ദൈവമേ ഞാൻ കുറവുകളുള്ള മനുഷ്യനാണ് ഇത്രയൊന്ന് വിചാരിച്ചാൽ, വചനം പഠിപ്പിക്കുകയാണ് 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ആ ഒരു ആത്മാവിനെ പ്രതി സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. ഇറ്റ്സ് എ കമ്പാരിസൺ. ഒരു തെറ്റുമില്ലാത്ത പെർഫെക്റ്റായ സോൾസ് സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ആത്മാക്കളെ കുറിച്ച് എന്നതിനേക്കാൾ വലിയ സന്തോഷം ഈ ഒരാത്മാവിനെ പ്രതി. ഇത്രയും വലിയ ഒരു ദൈവപ്രീതി, ഇത്രയും വലിയൊരു ദൈവപ്രസാദം, ദൈവത്തിൻ്റെ സംപ്രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ ഉന്നതമായ ഒരു സുഹൃതമാണ് പാപത്തെക്കുറിച്ച് കേൾക്കുക, അനുദപിക്കുക, അനുതാപിയായിരിക്കും ദൈവസന്നിധിയിൽ അനുദപിക്കുന്ന ഒരു ഹൃദയത്തോടെ ദൈവമേ തെറ്റുകുറ്റങ്ങളുള്ള മനുഷ്യനാണ് കർത്താവേ എന്ന് പറയാൻ സാധിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ്. അനുഗ്രഹീത ഭാഗ്യപ്പെട്ട ഒരവസ്ഥയാണത്. ആ ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള വികലമായ കാഴ്ചപ്പാടുകളോട് ബ്രാൻഡ് ചെയ്ത് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോരുത്തരും അതിനെ വികലമാക്കി നശിപ്പിക്കുന്നത്. ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. കറകളഞ്ഞ ദൈവവചനത്തിലൂടെ ദൈവം ഓരോ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ആ ദൈവസ്വരത്തിന് കാതു കൊടുക്കുക. അത് നിത്യജീവനിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദാത്തെ എക്സുൾത്താത്തെ എന്ന ആ ഒരു എക്സോർട്ടേഷനിൽ 165 പാരഗ്രാഫിൽ തുടർന്ന് ഇങ്ങനെയാണ്: ഈവൻ സേറ്റൻ ഡിസ്ഗൈസസ് ഹിംസെൽഫ് ആസ് ആൻ ഏഞ്ചൽ ഓഫ് ലൈറ്റ്. പ്രഭാപൂർണനായ മാലാഖയായി സാത്താൻ വേഷം കെട്ടാറുണ്ടല്ലോ. സാത്താൻ എന്താ തോന്നണത്? സാത്താൻ തോന്നണത് അവന് കുഴപ്പമൊന്നുമില്ല, അവന് കുഴപ്പമൊന്നും. സാത്താൻ്റെ പ്രശ്നം എന്താ? പിശാചിൻ്റെ പ്രശ്നം എന്താ? ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന ആ ഒരു പുസ്തകം അതായത് ഹംഗറിയിലെ സിസ്റ്റർ നദാലി എന്നൊരു സിസ്റ്റർ 2ാം ലോക മഹായുദ്ധകാലത്ത് ജീവിച്ചിരുന്നു. ആ സിസ്റ്ററിന് യേശുവും പരിശുദ്ധ അമ്മയൊക്കെ കൂടെ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തലുകൾ, റെവലേഷൻസ് നൽകുമായിരുന്നു. സ്വകാര്യ വെളിപാടുകൾ, പ്രൈവറ്റ് റെവലേഷൻസ്. അപ്പോൾ അതിപ്പോൾ സഭ കുറച്ചൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ ഒരിക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് സിസ്റ്റർ നദാലിയോട് സംസാരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. ഒരിക്കൽ ഞാൻ ഈശോയുടെ അരികിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് നരകം സൃഷ്ടിച്ചത്? അതിന് മറുപടി പറയാൻ വേണ്ടി വളരെ പാപിയായിരുന്ന ഒരു ആത്മാവിൻ്റെ വിധി കാണാൻ ഈശോ എന്നെ കൊണ്ടുപോയി. ഈശോ ആ ആത്മാവിൻ്റെ പാപം ക്ഷമിച്ചു. പിശാചിന് അത് ചൊടിച്ചു. അവൻ ഈശോയോട് അട്ടഹസിച്ചു. ഇത് നീതിയല്ല. ഈ ആത്മാവ് ജീവിതകാലം മുഴുവൻ എൻ്റേതായിരുന്നു. എത്രയോ അധികം പാപം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അങ്ങ് എനിക്ക് വേണ്ടി നരകം തന്നു. ഈ ഒരു ആത്മാവ് ജീവിതകാലം മുഴുവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് അതെല്ലാം മായിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഞാൻ ഒറ്റ പാപമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അങ്ങനെ നരകത്തിൽ പൂട്ടി. അപ്പോൾ ഈശോ നിസ്സീമമായ സ്നേഹത്തോടെ പിശാചിനോട് പറഞ്ഞു, ലൂസിഫർ, നീ എന്നെങ്കിലും ഒന്ന് അനുദപിക്കാൻ മനസ്സ് വെച്ചോ? ഉടനെ പ്രത്യക്ഷത്തിൽ തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ ലൂസിഫർ അലറി, ഒരിക്കലുമില്ല, അത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ലൂസിഫർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും തൻ്റെ നടപ്പ്, തൻ്റെ ചെയ്തി അത് ദൈവത്തിന് നിരക്കാത്തതാണ്, അത് ദൈവവചന ലംഘനമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത വിധം കഠിനമായ ഹൃദയങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ദൈവം ഇന്ത്യയായി തോന്നും. അങ്ങനെയുള്ളവരുടെ ദൃഷ്ടിയിലെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കും. ബ്ലൈൻഡ്നെസ്.
ബ്ലൈൻഡഡ് മാൻ, അന്ധമായ ആന്തരികതയുള്ളവർ, ദൈവത്തിൻ്റെ ഒരു കാര്യവും അനുഭവിക്കാൻ പറ്റാതെ പോകും, അന്ധമായി പോകുന്ന അവസ്ഥ, അനുദപിക്കാൻ പറ്റാതെ വരും, എളിമപ്പെടാൻ പറ്റാതെ വരും. എളിമപ്പെടാൻ എൻ്റെ മകനെ, മകളെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ചില ദുരന്തം സംഭവിക്കാം. എങ്കിലും മറ്റൊരാളെ കൂടെ ആ ദുരന്തത്തിലേക്ക് വലിച്ചഴക്കരുത്. പാപമില്ല, അതൊന്നും വേണ്ട, അനുദപിക്കണ്ട, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ മനുഷ്യനെ അടിമത്തത്തിലാക്കുകയാണ്, ഇതെന്ന് പറഞ്ഞ് മറ്റൊരാത്മാവിനെ കൂടെ നശിപ്പിക്കരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരു തന്നെയാണെങ്കിലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. ഒരുപക്ഷെ നമുക്ക് വിശ്വാസം പോകാം, ഒരുപക്ഷെ നമ്മൾ വീണ് പോകാം. വീണ് പോകുന്ന വൈദികരുണ്ട്, വീണ് പോകുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, വീണു പോകുന്ന ശുശ്രൂഷകരുണ്ട്, വീണു പോകുന്ന വചനപ്രഘോഷകരുണ്ട്. എല്ലാ ജീവിതാന്തത്തിലും പെട്ടവർക്ക് വീഴ്ച സംഭവിക്കാം, വീഴ്ച സംഭവിക്കാം. അനുതാപം കിട്ടാത്ത അവസ്ഥ വരാം, പശ്ചാത്തപിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റൊരാളെ കൂടെ ആ ദുരന്തത്തിലേക്ക് നശിപ്പിക്കരുത്. ഈ കൊറോണ വൈറസ് ബാധിച്ച ചില ആളുകൾ മനഃപൂർവ്വം മറ്റുള്ളവർക്കൂടെ പരത്താൻ വേണ്ടി, പകർത്താൻ വേണ്ടി നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എയ്ഡ്സ് വന്ന ചിലർ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും അവർക്കൂടെ എയ്ഡ്സ് പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ദുരന്തം വിതയ്ക്കാൻ നടക്കുന്നതായി കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ കൃപയെന്ന് വീണ് പോയാൽ, ഒരിക്കൽ വിശുദ്ധി എന്ന് വീണ് മറ്റുള്ളവരെ നശിപ്പിക്കാൻ, അവരുടെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ കൂടെ ഒരു ദുരന്തമാക്കാൻ വേണ്ടി പുറപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 6-ാം വാക്യം നമ്മുടെ മേൽ അന്വർത്ഥമാകാതിരിക്കാൻ വേണ്ടി മുൻകരുതലെടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൃപ കിട്ടുമെന്ന് വിചാരിക്കണം. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ നശിപ്പിച്ചാലോ? ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 165-ാമത്തെ പാരഗ്രാഫിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സോ സോളമൻ ended his days, whereas David, who sinned greatly, was able to make up for his disgrace. എന്ന് പറഞ്ഞാൽ സോളമൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ച് പക്ഷേ അനുദപിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ അനുതാപത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവമേ എനിക്ക് തെറ്റുപറ്റി, എൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ ഉള്ള ഒരാളാണെന്ന് ഏറ്റുപറച്ചിലിൻ്റെയോ ഒരു അന്തരീക്ഷം കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ദാവീദ് ജീവിതത്തിൽ തെറ്റുപറ്റി, പച്ചയായ മനുഷ്യൻ, തെറ്റുപറ്റി. ഏതൊരു മനുഷ്യനും, പ്രിയ മക്കളെ, നമ്മൾ ചിന്തിക്കണം. ദൈവം തിരഞ്ഞെടുത്തൊരു വൈദികനാകാം, ദൈവം തിരഞ്ഞെടുത്തൊരു സമർപ്പിതയാകാം, ദൈവം തിരഞ്ഞെടുത്തൊരു ശുശ്രൂഷകനാകാം, ഒരു വചനപ്രഘോഷകനാകാം, ഒരു കുടുംബനാഥയോ ഏത് ജീവിതാന്തത്തിൽപ്പെട്ടവനാകട്ടെ, ദാവീദ് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പൊന്നോമന, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യൻ എന്ന് ദൈവം അംഗീകാരം മുദ്ര വെച്ച ദാവീദ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ന്യായീകരിക്കാൻ നിന്നില്ല. അദ്ദേഹം ഒരിക്കലും തന്നെ നീതിമാനായി അങ്ങനെ മുദ്രകുത്തി ഞാൻ 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 ദാവീദ് എന്ന് പറഞ്ഞ് നിന്നില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായപ്പോഴേ ഞാനൊരു പാപിയാണ്. 51-ാം സങ്കീർത്തനം വായിക്കണം മക്കളെ. ഇന്ന് സാധിക്കുമെങ്കിൽ 51-ാം സങ്കീർത്തനം വായിച്ചത് വ്യക്തിപരമായ പാപത്തെക്കുറിച്ച് ദൈവത്തോട് ഇന്ന് കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം. ദൈവമേ, എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് കർത്താവിനോട് വിളിച്ചപേക്ഷിക്കണം. ദാവീദ് തന്നെ ന്യായീകരിക്കാൻ നിന്നില്ല. അവൻ ദൈവസന്നിധിയിലേക്ക് പോയി. അവൻ പറഞ്ഞു, തെറ്റുകളും കുറ്റങ്ങളുള്ള മനുഷ്യനാണ്. ചെറുപ്പം മുതലേ, ഉത്ഭവം മുതലേ പാപത്തിലേക്ക് ചായ്വുണ്ട്. എനിക്ക് കരുണ വേണം, എനിക്ക് അങ്ങനെ അനുഗ്രഹം വേണം, എനിക്ക് അങ്ങനെ പ്രസാദം വേണം. ദൈവത്തെ നോക്കി കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി, കണ്ണുനീർ ചാലുകളുണ്ടായി. അദ്ദേഹം പരിപൂർണമായി കഴുകപ്പെട്ടു. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചൊരു കാര്യത്തിലുള്ളൂ, എന്നെ കഴുകണമേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണം, എന്നെ പവിത്രീകരിക്കണമേ, അങ്ങനെ കഴുകണമേ, ഞാൻ നിർമ്മലനാകും. ഇതാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എന്ത് കുറ്റബോധത്തിൻ്റെ പ്രശ്നം ഇവിടെ ഇരിക്കുന്നത്? ദൈവസന്നിധി, എൻ്റെ ദൈവമേ അങ്ങനെ കഴുകണമേ എന്ന് പറയാൻ പറ്റും. അഹങ്കാരം പൂത്തൊളഞ്ഞതാണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട്
കുറ്റബോധമാണ്, മറ്റുള്ളവരെ അടിമപ്പെടുത്തുകയാണ്, മറ്റുള്ളവരുടെ ജീവിതവും കൂടി ദുരന്തമാക്കാൻ വേണ്ടി എന്തിന് നാം നമ്മുടെ കഴിവുകളും ദിവസങ്ങളും ദൈവം നമുക്ക് തന്ന ദാനമായി തന്ന എല്ലാ താലന്തുകളും നമ്മൾ വിനിയോഗിക്കണം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് പറയാണ്, പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ പാതയിൽ നിന്ന് പ്രതിബന്ധങ്ങൾ തട്ടിമാറ്റുവിൻ. ഈ സമയം പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് നമുക്ക് കുറച്ചു നേരം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൽ അനുതാപത്തെയും ദൈവത്തിലേക്ക് തിരിഞ്ഞ് എളിമപ്പെട്ട് എൻ്റെ ദൈവമേ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുകയും അവരെ പ്രത്യേക തരത്തിൽ വികലമായി കാണുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വികലത ബാധിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ ഞങ്ങളുടെ ദൈവമേ, അജഗണത്തിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ക്രൂരരായ ചെന്നായ്ക്കൾ ഞങ്ങളെ വഞ്ചിക്കാതെ ദൈവമേ, ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവവചനത്തിൻ്റെ തെളിനീര് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകണമേ. കർത്താവേ, ലോകം വിതച്ചിരിക്കുന്ന കളകൾ നീക്കി വചനത്തിൻ്റെ തെളിനീര് പാനം ചെയ്ത് ഹൃദയപൂർവ്വം അങ്ങയുടെ സന്നിധി എളിമപ്പെടാനും അങ്ങയെ അന്വേഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. നഷ്ടപ്പെട്ടു പോയ പശ്ചാത്താപത്തിൻ്റെയും എളിമയുടെയും കൃപ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. രണ്ട് കരങ്ങൾ കൂപ്പി ദൈവമക്കളെ, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോ, നീതിമാനായ ഞാൻ സമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നുപോ. ക്രൂശിലാ യേശുവേ, യേശുവേ, ക്ഷമിക്കൂ, അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എൻ ജീവനിൽ, പകരണേ എൻ ജീവനിൽ. ഈ സമയം ലോകം മുഴുവനുള്ള സകല മക്കളെയും, പ്രത്യേകിച്ച് നിത്യജീവന് വേണ്ടി ദാഹിക്കുന്ന, പാലിന് വേണ്ടി ദാഹിക്കുന്ന ഇളം പൈതങ്ങളെ പോലെ നിത്യജീവന് വേണ്ടി ദാഹിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും, കുടുംബങ്ങളുടെ മേലും, സമൂഹങ്ങളുടെ മേലും, ജീവിതങ്ങളുടെ മേലും, ശുശ്രൂഷകരുടെ മേലും, സകലരുടെ മേലും സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ നൈർമല്യം, കൃപ, സ്നേഹം, സ്പർശനങ്ങൾ ഇപ്പോൾ നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ സമയം ആത്മാക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ വിളിക്കുന്നു. ജീസസ്, ജീസസ്. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി.